വിത്ത് നട്ടാൽ എളുപ്പം വളർത്തിയെടുക്കാവുന്ന മത്തൻ എന്തിനാണ് ലെയറിങ് ചെയ്യുന്നതെന്നല്ലേ അത് കണ്ടാൽ അറിയാം. മത്തൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗം എന്തോ ജീവിതത്തിൽ നിന്ന് വേർതിരിക്കുന്നു, കേടായിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ അത് വളർച്ച നിന്ന് പോവോ ആ ഭാഗം എന്ന് സംശയം വന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ അവിടെ അടുത്തൊക്കെ വേരുകൾ കാണുന്നുണ്ട്. സാധാരണ മത്തൻ നിലത്ത് പടരുന്ന ചെടിയാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഇലകളുടെ ഏണുകളിലൊക്കെ വേര് വരും. ഇതാ കണ്ടോ, നല്ലൊരു വേര് കണ്ടോ? ആ വേരിപ്പോൾ വായുവിലേക്കല്ലേ നിൽക്കണം, അവിടെയുണ്ടൊരു ചെറിയ വേര് വരുന്നുണ്ട്. അപ്പോൾ ഈ വേരുകളൊക്കെ മണ്ണിൽ ഇതാ അടുത്ത് രണ്ടെണ്ണം കണ്ട. അപ്പോൾ മണ്ണിൽ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ളൊരു ചാൻസ് കിട്ടും സാധാരണ മത്തന്. പക്ഷേ ഇവിടെ ഇപ്പോൾ മത്തൻ വളരുന്നത് വായുവിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ മുകളിലല്ലേ കെട്ടി വെച്ചിരിക്കണേ. അപ്പോൾ ഈ ഭാഗം കേടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഭാഗത്തിന് വളരാനുള്ള ചാൻസ് കുറയും. മാത്രമല്ല അവിടെ ഒടിഞ്ഞു പോവുകയും ചെയ്യും. കണ്ടല്ലേ, പകുതി ഒടിഞ്ഞു പോയിട്ടുണ്ട്, തണ്ടിൻ്റെ പകുതി പോയിരിക്കണം. അപ്പോൾ ഞാൻ സാധാരണ മറ്റു ചെടികൾക്ക് ചെയ്യാറുള്ള പോലെ ഒരു ചെടിച്ചട്ടി എടുത്തു. ഈ ചെടിച്ചട്ടിയിലാണെങ്കിൽ കുറച്ച് വലിയ ഗുണമില്ലാത്ത ചീരത്തൈകളേ ഉള്ളൂ, അത് അവിടെ കാര്യമായിട്ടൊരു വളർച്ചയൊന്നും ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് കുറേ മണ്ണൊക്കെ നീക്കി, അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടാക്കി അവിടെ. എന്നിട്ട് ആ ഒടിഞ്ഞ ഭാഗം അതിലേക്ക് പതുക്കെ താഴ്ത്തി വെച്ചു. അപ്പോൾ 2 വേരുകളെങ്കിലും ഈ ചെടിച്ചട്ടിയിലേക്ക് വരാനുള്ള അവസരമുണ്ട്. കണ്ടില്ലേ, 2 വേരുകളുണ്ട്. പിന്നീട് വേരുകൾ അതൊന്നും ചെടിച്ചട്ടിയിലെത്തില്ല, അതാണ് അതിൻ്റെ തല. അപ്പോൾ ഇവിടെയെങ്കിലും കുറച്ച് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊട്ടിയ ഭാഗത്തിൻ്റെ ഇപ്പുറത്തേക്ക് കുറച്ച് പോഷകങ്ങളെത്തും എന്നൊരു പ്രതീക്ഷ. ഇതാണ് ആ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ മുകളിലേക്ക് പോകുന്ന ഭാഗം. ഇത് ശരിക്കും ഇവിടെ ആയിരുന്നില്ല, ഇതിൻ്റെ മുകളിലൊരു മുന്തിരിവള്ളി ഉണ്ട്, അതിൻ്റെ മുകളിലായിരുന്നു, കുറച്ചുകൂടെ ഉയരത്തിലായിരുന്നു. അവിടെ ഞാൻ ഇപ്പോൾ താഴേക്ക് കൊണ്ടുവന്നാണ് ഈ ചെടിച്ചട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലകളൊക്കെ മറിഞ്ഞ് കിടക്കുന്ന കാണാം. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ മുകളിൽ പോയിട്ടുള്ള ഇലകളൊക്കെ മറിഞ്ഞ് കിടക്കുന്നത്. അതിൻ്റെ കാരണം ഈ ഇലകൾ താഴേക്ക് മറിഞ്ഞ് കിടക്കുന്നതിൻ്റെ കാരണം അത് മുകളിലുണ്ടായിരുന്ന താഴേക്ക് കൊണ്ടുവന്നപ്പോൾ തലതിരിഞ്ഞ് പോയതാണ്. അല്ലെങ്കിൽ ഇല എപ്പോഴും മേലേക്കല്ലേ പോയിൻ്റ് ചെയ്ത് നിൽക്കേണ്ടത്. ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഇലകളുടെ ഫോട്ടോട്രോപ്പിസം ഇപ്പോൾ ശരിക്കും കാണാം. ഇത് ആദ്യം ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ക്ലിപ്പാണ്. എല്ലാ ഇലകളും ഇപ്പോൾ നേരെയായത് കണ്ടില്ലേ. നമ്മൾ അവിടെ ചെടിച്ചട്ടിയിൽ കാത്തി വെച്ച ഭാഗത്ത് മണ്ണിട്ട് കൊടുത്തു, അത് ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹൻ്റെ തല കണ്ടില്ലേ, ശരിക്ക് നല്ല ഉശിരിൽ നിൽക്കുന്നുണ്ട്, കേടൊന്നും പറ്റിയിട്ടില്ല ഇന്നലത്തെ പരിപാടിയിൽ. അപ്പോൾ ഇലകളെല്ലാം മറിഞ്ഞു കിടന്നിരുന്ന ഇലകളൊക്കെ നേരെ മുകളിലേക്ക് പോയിൻ്റ് ചെയ്തു. അതാണ് ഫോട്ടോട്രോപ്പിസം. പ്രകാശം വരുന്ന ഭാഗത്തേക്ക് ചെടിയുടെ തണ്ടുകളും ഒക്കെ ഇലകളൊക്കെ വളരും. വേരുകൾ